ഇത് എട്ടും പൊട്ടും തിരിയാത്ത ഏതെങ്കിലും എന്താണ് ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത, ലോകം കാണാത്ത ഒരു പെൺകുട്ടിയല്ല ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മൾ ദിവസേന എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇല്ലേ? ഇപ്പോ എനിക്ക് ഞാൻ ഏജ്ഡ് ആണെന്ന് പറയാം, ഇത്രയും കാലം കഴിഞ്ഞു. ഇപ്പൊ സൗപർണിക തീരെ ചെറിയ പ്രായമാണ്. ഇപ്പൊ സൗപർണികയ്ക്ക് പോലും ഒരു ബോധ്യമില്ലേ? നമ്മൾ ദിവസേന കാണുന്ന വാർത്തകളാണ്. വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി വാർത്തകളാണ് നമ്മൾ ദിവസേന വായിച്ചു കടന്നു പോകുന്നത് ഇല്ലേ? അപ്പൊ ഒരു സാമാന്യ ബോധം എന്ന് പറഞ്ഞ, എത്ര ഇനി പ്രേമം എന്ന് പറഞ്ഞാലും ശരി, ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടോളൂ, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ, ലിവിങ് റിലേഷൻഷിപ്പിൽ ആയിക്കോളൂ. പക്ഷേ ഒരു കുഞ്ഞിനെ ഒരു സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യം അല്ല ചേച്ചി. ഇനി മറുഭാഗത്ത് വേറൊരു കാര്യമുണ്ടല്ലോ. അങ്ങനെയാണ്, അല്ലെങ്കിൽ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, എന്താണ് ഇവര് സെക്ഷൽ റിലേഷൻ ആവുകയും അവർ എന്താണ് ആ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു, രാഹുൽ പിന്മാറി. എന്തുകൊണ്ട് ആ സമയത്തൊന്നും ഈ പെൺകുട്ടി പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് വെച്ചിരിക്കുന്നു EMI ആയിട്ട് വെച്ചേക്കുവല്ലേ. അടുത്ത ആരോപണം, അതായത് LDF സർക്കാരിനെതിരെ, CPM-നെതിരെ അടുത്ത ആരോപണം വരുമ്പോൾ അടുത്ത വെളിപ്പെടുത്തലുകൾ നടത്താം. ഇനിയിപ്പോ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിപ്പോ കൊടുക്കില്ല, എന്തായാലും ഇപ്പൊ കൊടുക്കില്ല. ഇപ്പൊ ഇനി അടുത്ത ഈ ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്ന സാധനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ജനശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും.